പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗർ കോളനിയിൽ തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിച്ച പ്രതിയെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പൂട്ടിക്കിടന്ന 3 വീടുകൾ കുത്തിത്തുറന്ന് 7,80,000 രൂപ കവർന്ന കേസിൽ തെളിവെടുപ്പിനിടെയാണ് പ്രതി മണിമാരൻ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിച്ചത്. തെലങ്കാന സ്വദേശിയായ ഇയാൾ തമിഴ്നാട്ടിലും സമാനമായി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കൽമണ്ഡം പ്രതിഭാനഗർ കോളനിയിൽ പൂട്ടിക്കിടന്ന 3 വീടുകളിൽ മോഷണം നടത്തിയത് മണിമാരനാണെന്ന് കസബ പോലീസ് കണ്ടെത്തി. എന്നാൽ പ്രതി സംസ്ഥാനം വിട്ടതിനാൽ പിടികൂടാനായില്ല. തുടർന്ന് മേട്ടുപ്പാളയം കാരമട സ്റ്റേഷൻ പരിധിയിൽ 25 പവൻ കവർന്ന കേസിൽ ഇയാൾ പിടിയിലായി. പിന്നാലെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി. തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാനും ആക്രമിക്കാനും പ്രതി ശ്രമിച്ചു. എന്നാൽ മണിമാരന്റെ അക്രമശ്രമം പോലീസ് പരാജയപ്പെടുത്തി. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി 50ഓളം കവർച്ചാ കേസുകളിലെ പ്രതിയാണ് മണിമാരൻ. സ്വർണവും പണവും കവരുന്ന ഇയാൾ ആളുകളെ ആക്രമിക്കുന്നതും പതിവാണ്. മുഖം മൂടി അണിഞ്ഞ് മാരകായുധങ്ങളുമായാണ് കവർച്ചയ്ക്കെത്തുന്നത്. ഒരു മാസത്തിനകത്ത് ഇത്രയും വലിയൊരു കേസ്, അതായത് ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയായിരുന്നു ഈ കള്ളൻ മോഷ്ടിച്ചിട്ട് പോയത്. പക്ഷേ അയാളെ വെറും CCTVകളുടെ ദൃശ്യം, അതും കണ്ണു മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ ദൃശ്യം വെച്ച് പോലീസുകാർ അതിസാഹസമായാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. അതിന് നാട്ടുകാരും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും കസബ പോലീസിലെ ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുകയാണ്. തമിഴ്നാട്ടിലും ഇയാൾ സമാനമായ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. മറ്റ് 2 വീടുകളിൽ കൂടി തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ കോയമ്പത്തൂരിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്യും. ന്യൂസ് മലയാളം, പാലക്കാട്.